ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജൂൺ 17-ാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു അവാർഡാണ്, ഒരു ബഹുമതിയാണ്. അപ്പോൾ ആർക്കാണ് ലഭിച്ചിരിക്കുന്നത് ഈ ഒരു ബഹുമതി? നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ്. എന്താണെന്ന് നോക്കാം. 2026 ജൂണിൽ സ്ലോവാക്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് ലഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദിയാണെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ഏത് രാജ്യത്തിന്റെയാണ് ലഭിച്ചിരിക്കുന്നത്? സ്ലോവാക്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ആണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന 33-ാമത്തെ അന്താരാഷ്ട്ര ബഹുമതിയാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എത്രാമതാണ്? 33-ാമത്തെയാണ്. അപ്പോൾ കഴിഞ്ഞ മാസങ്ങളിൽ തന്നെ അദ്ദേഹത്തിന് നിരവധി അന്താരാഷ്ട്ര ബഹുമതികൾ ഇത്തരത്തിൽ ലഭിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇതും ചേർത്ത് പഠിക്കുക. 33-ാമത് അന്താരാഷ്ട്ര ബഹുമതി അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ്? സ്ലോവാക്യയിൽ നിന്നാണ്. അപ്പോൾ സ്ലോവാക്യ സന്ദർശിക്കുന്ന, അതായത് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം, സ്ലോവാക്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ആ ഒരു രാജ്യം സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടിയാണ് ആരാണ്? നരേന്ദ്രമോദി എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. എന്താണ്? സ്ലോവാക്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം സ്ലോവാക്യ സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദിയാണ്. അപ്പോൾ ഈ ഒരു സന്ദർശന വേളയിലാണ് അദ്ദേഹത്തിന് സ്ലോവാക്യയുടെ ഈ ഒരു പരമോന്നത സിവിലിയൻ ബഹുമതി ലഭിച്ചിരിക്കുന്നത്. ഇനി സ്ലോവാക്യയുടെ പ്രസിഡന്റ് ആരാണെന്ന് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പീറ്റർ പെല്ലഗ്രിനിയാണ്. ആരാണ്? പീറ്റർ പെല്ലഗ്രിനിയാണെന്നാണ് സ്ലോവാക്യയുടെ പ്രസിഡന്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിയത് എന്താണ്? നരേന്ദ്രമോദിക്ക് ലഭിച്ചിട്ടുള്ള ബഹുമതിയാണ്. ഏത് രാജ്യത്തിന്റെ ബഹുമതിയാണ് ലഭിച്ചിരിക്കുന്നത്? സ്ലോവാക്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് അദ്ദേഹത്തിന് അടുത്തിടെ ലഭിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. 2026 ജൂണിൽ റബ്ബർ ബോർഡ് ചെയർമാനായി നിയമിതനായത് ആരെന്നാണ് നോക്കുന്നത്. എന്താണ്? കേരള റബ്ബർ ബോർഡ് ചെയർമാനായിട്ട് നിയമിതനായിരിക്കുന്നത് ആരാണ്? എൻ ഹരിയാണ്. ആരാണ്? എൻ ഹരിയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ 2026 ജൂണിലാണ് ഈ ഒരു അപ്പോയിന്റ്മെന്റ് വന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? കോട്ടയമാണ്. എന്താണ്? കോട്ടയമാണ് റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം വരുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഒരു റബ്ബർ ബോർഡിന്റെ ചെയർമാനായിട്ട് നിയമിതനായത് ആരെന്ന് പറഞ്ഞു? എൻ ഹരിയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പോയിന്റ് ഇതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസ് 2027 നടക്കും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ പഠിച്ചതാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസ് 2027 എന്നാണ് നടക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞതാണ്. അതിന്റെ ഓരോ കാര്യങ്ങളും, കുറേ അധികം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ ഇനി നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കൂടി ഒന്ന് ചേർത്ത് പഠിക്കുക. ഈ ഒരു ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ എന്താണ്? സെൽഫ് എന്യൂമറേഷൻ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ സെൽഫ് എന്യൂമറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ തന്നെ നമ്മുടെ സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു സംവിധാനമാണ്. അതായത് ഇതിനു വേണ്ടിയിട്ട് ഈ ഒരു സെൻസസ് നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥർ വീട്ടിൽ എത്തുന്നതിന് മുമ്പ് തന്നെ, അവർ വീട്ടിൽ വന്ന് വിസിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ അടിസ്ഥാന വിവരങ്ങൾ നമുക്ക് ഓൺലൈനായിട്ട് ഫില്ല് ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു സംവിധാനമാണ് സെൽഫ് എന്യൂമറേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ അത് ജൂണിലാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ജൂൺ 16 തൊട്ടത് ആരംഭിച്ചിരിക്കുകയാണ്. അതിനുശേഷം ജൂലൈ ആവുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിൽ അവർ വരികയുണ്ടാവും. അപ്പോൾ വീടിന്റെ സൗകര്യങ്ങൾ, നമ്മുടെ വീടിന്റെ അടിസ്ഥാന സൗകര്യങ്ങളും മറ്റു അടിസ്ഥാന മറ്റു വിവരങ്ങളൊക്കെ നൽകുന്നത് ഈ ഒരു ഘട്ടത്തിലാണ്. കേരളത്തിലെ വീടുകളുടെ സെൻസസ് എടുക്കുന്നത് ജൂലൈയിലാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു വീടിന്റെ സെൻസസിന് ശേഷം 2027 ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ സെൻസസ് നടക്കുന്നത്. ആ കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസ് ആണ് വരുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ആദ്യത്തെ ഈ ഒരു സെൽഫ് എന്യൂമറേഷൻ ഉണ്ട്. അതിനുശേഷം വീടുകളുടെ സെൻസസ് ആണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് 2027 ഫെബ്രുവരിയോട് കൂടിയിട്ടാണ് നമ്മുടെ ജനസംഖ്യ കണക്കെടുപ്പ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. സൈനിക യൂണിഫോമിൽ നിന്നും ചടങ്ങുകളിൽ നിന്നും ബ്രിട്ടീഷ് ഭരണകാലത്തെ അവശേഷിപ്പുകൾ പൂർണ്ണമായും ഒഴിവാക്കാൻ ഇന്ത്യൻ സൈന്യം ഒരുങ്ങുകയാണ്. അപ്പോൾ നമുക്കറിയാവുന്നതാണ്, ഈ ഒരു കൊളോണിയൽ കാലഘട്ടം മുതലുള്ള ചില കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഇന്ത്യയിൽ നിലനിന്ന് വരുന്നുണ്ട്. നമ്മുടെ ദേശീയതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഔദ്യോഗിക ചടങ്ങുകളിലും അതേപോലെ നമ്മുടെ സൈന്യത്തിന്റെ യൂണിഫോമിലും ഒക്കെ ആണെങ്കിൽ ഇതിന്റെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ടും മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യം പുതിയൊരു ലഘുലേഖ തന്നെ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അപ്പോൾ ആർമി യൂണിഫോംസ് 2026 എന്നുള്ള ഈ ഒരു ലഘുലേഖയിലാണ് ഈ കാര്യങ്ങളൊക്കെ വിവരിക്കുന്നത്. അതായത് നമ്മുടെ റിവ്യൂയിങ് ഓഫീസർമാർക്ക് വാള് ഉപയോഗിക്കണം, വാള് നിർബന്ധം എന്നുള്ള ഒരു നിബന്ധന ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്താണ് മാറ്റിയിരിക്കുകയാണ്. അതേപോലെ ചില യൂണിഫോമുകൾക്ക്
എന്താണ് പൗച്ച് ബെൽറ്റ് എന്നുള്ളത് വേണമെന്നായിരുന്നു. അപ്പോൾ ഈ ബെൽറ്റ് ഒക്കെ ഇപ്പോഴെന്താണ് നിർബന്ധം അല്ലാതാക്കിയിരിക്കുകയാണ്. അതെന്താണ് യൂണിഫോമിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. ഇതിനു പുറമെ വേറൊരു യൂണിഫോമിലും വന്നിരിക്കുന്ന മാറ്റമാണ് ബന്ദി ജാക്കറ്റ്. നമ്മുടെ ഇന്ത്യയിലെ സാധാരണയായിട്ട് ഉപയോഗിച്ച് വരുന്ന ബന്ദി ജാക്കറ്റ് എന്താണ് യൂണിഫോമിന്റെ ഭാഗമാക്കണം എന്നുള്ള കാര്യം വന്നിരിക്കുകയാണ്. ഇനി നമ്മുടെ ഈ ഒരു ഔദ്യോഗിക ചടങ്ങുകളിലായിക്കോട്ടെ അല്ലെങ്കിൽ ആ ഒരു എന്താണ് സൈന്യത്തിന്റെ ഓരോ രീതിയിലായിക്കോട്ടെ റോയൽ എന്നുള്ള ഈ ഒരു പദം പ്രയോഗം അല്ലെങ്കിൽ ആ ഒരു പദത്തിന്റെ ഉപയോഗം എന്താണ് ഇനി മുതൽ വേണ്ട എന്നുള്ളതും ഈ ഒരു ലഘുലേഖയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ മാറ്റങ്ങൾ നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ ഒരു സൈനിക യൂണിഫോമിലും അതേപോലെ ചടങ്ങുകളിൽ നിന്നും ഈ ബ്രിട്ടീഷ് ഭരണകാലത്തെ ഉണ്ടായിരുന്ന അവശേഷിപ്പുകളൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ലഘുലേഖ കൊണ്ടുവന്നിരിക്കുന്നതും ഈ ഒരു മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നതും. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ടാലന്റ് നിങ്ങൾക്ക് നൽകുന്ന ഒരു ബെസ്റ്റ് ഓഫറാണ്. ഇനി വരുന്ന LP-UP അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട്. ന്യൂ SCERT പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ടീച്ചർ എന്നുള്ള ഒരു സ്വപ്നമാണ് നിങ്ങളുടെ മുന്നിലുള്ളതെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് ടാലന്റിന്റെ LP-UP അസിസ്റ്റന്റ് ഈ ബുക്ക് എന്ന് പറയുന്നത്. ഇനി താഴെ തന്നിരിക്കുന്ന ലിങ്ക് വഴിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതേപോലെ അതിൽ LP-UP SM എന്നുള്ള ഈ ഒരു കൂപ്പൺ കോഡ് കൂടി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഓഫറിൽ തന്നെ ബുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ബുക്ക് ഉടൻ തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യുക. നിങ്ങളുടെ ടീച്ചർ എന്നുള്ള ഒരു സ്വപ്നം അത് യാഥാർത്ഥ്യമാക്കി മാറ്റുക. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പോയിന്റിലേക്ക് വരാം. അപ്പോൾ പോയിന്റ് ഇതാണ്, US ഇറാൻ സമാധാന കരാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് US ഇറാൻ സമാധാന കരാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമുക്കറിയാവുന്നതാണ് US ഇസ്രായേൽ ഇറാൻ അതേപോലെ ഉണ്ടായിരുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ കുറെ അധികം ഡിസ്കസ് ചെയ്തതാണ്. ഇതിനൊരു ഒരു അന്ത്യം കുറിക്കണം എന്നുള്ള രീതിയിൽ ഇപ്പോഴെന്താണ് ഒരു ശുഭപ്രതീക്ഷയായിട്ട് ഒരു കരാർ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവരെ സമാധാന കരാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനി ഇതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാണുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ ഒരു കരാർ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഇതിന്റെ പ്രഖ്യാപനമാണ് വന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇത് ഔദ്യോഗികമായിട്ട് സൈൻ ചെയ്യുന്നത് എന്നാണ് ജൂൺ 19 സൈൻ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു കരാർ എന്താണ് 2026 ജൂൺ 19 ഔദ്യോഗികമായിട്ട് ഒപ്പുവെക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എവിടെ വെച്ചാണ് ഒപ്പുവെക്കുന്നത്? സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ വെച്ചാണ്. എവിടെയാണ്? സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ വെച്ചിട്ട് നമ്മുടെ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിലാണ്, അവർ ആതിഥേയത്വം വഹിക്കുന്ന രീതിയിൽ അവരുടെ മധ്യസ്ഥതയിലാണ് ഈ ഒരു കരാറിൽ ഒപ്പുവെക്കുമെന്നാണ് ഇപ്പോൾ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഡേറ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 2026 ജൂൺ 19 സ്ഥലം എവിടെയാണ്? സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ വെച്ചായിരിക്കും ഇത് ഔദ്യോഗികമായിട്ട് സൈൻ ചെയ്യുന്നത്. ഈ ഒരു പ്രഖ്യാപനത്തിലൂടെ ഹോർമൂസ് കടലിടുക്ക് നമ്മൾ ആദ്യം തൊട്ട് കേട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ഹോർമൂസ് കടലിടുക്കിൽ ഇനി അത് ഫ്രീ ആയിട്ട് വിടും. അതിവിടെ ഹോർമൂസ് കടലിടുക്ക് തുറക്കും. ഇനി അവിടെയുള്ള ആ ഒരു സഞ്ചാരത്തിന് ടോൾ ഫ്രീ ആക്കും എന്നുള്ള പ്രഖ്യാപനം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രഖ്യാപനത്തിൽ ഈ വെടിനിർത്തൽ സമ്മതിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനത്തിൽ ഈ ഒരു ഡൊണാൾഡ് ട്രംപ് സൈൻ ചെയ്തിട്ടുണ്ട്, വെർച്വലായിട്ട് സൈൻ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഈ പാത തുറക്കുന്നതിലൂടെ ഇതുവരെ ഉണ്ടായിരുന്ന പ്രതിസന്ധികളൊക്കെ മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ഒരു കരാറിൽ ഇറാൻ പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് ലെബനനിൽ വെടി നിർത്തലാക്കണം എന്നുള്ളതാണ്. അതായത് വെടിവെക്കൽ നിർത്തലാക്കണം എന്നുള്ള കാര്യമാണ്. അതും ഈ ഒരു കരാറിൽ ആവശ്യം മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ജൂൺ 19 ഇത് പ്രാബല്യത്തിൽ വരുമ്പോഴത്തേക്കും നമുക്ക് അതിലൂടെ എന്തൊക്കെ പ്രഖ്യാപനങ്ങളാണ് വന്നിട്ടുള്ളത്, എന്തൊക്കെയാണ് അവരുടെ രണ്ട് രാജ്യങ്ങളും തമ്മിൽ അല്ലെങ്കിൽ ഈ ഒരു യുദ്ധത്തിൽ വന്നിട്ടുള്ള രാജ്യങ്ങളുടെ ഇടയിൽ വന്നിട്ടുള്ള ധാരണ എന്തൊക്കെയാണ് നമുക്ക് ചർച്ച ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഒരു കരാറിന്റെ പ്രഖ്യാപനത്തോട് കൂടിയിട്ട് ഇന്ത്യയുടെ ഒരു കപ്പൽ ഹോർമൂസ് കടലിടുക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നു. അതേതാണ്? ദിശ എന്നുള്ള കപ്പലാണ്. ദിശ എന്നുള്ള ഇന്ത്യൻ കപ്പൽ ഈ ഒരു വെടിവെക്കൽ പ്രഖ്യാപനം ഈ ഒരു കരാർ പ്രഖ്യാപനത്തോട് കൂടിയിട്ട് ഹോർമൂസ് കടലിടുക്ക് കടന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇതിന്റെ പ്രഖ്യാപനം ഈ ഒരു കരാർ ഒപ്പുവെച്ചതിന് ശേഷം അതിൽ വന്നിട്ടുണ്ടായിരുന്ന എന്തൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്ന പോയിന്റുകളെന്ന് നമുക്കപ്പോൾ ചർച്ച ചെയ്യാം. ഓക്കെ, അടുത്ത നമ്മൾ നോക്കുന്നത് 16 വയസ്സിന് താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ വിലക്ക് ഏർപ്പെടുത്തണമെന്ന് അടുത്തിടെ പ്രഖ്യാപിച്ച രാജ്യം ഏതെന്നാണ് നോക്കുന്നത്. അപ്പോൾ വീണ്ടും ഒരു രാജ്യവും കൂടി ഇത്തരത്തിലൊരു പ്രഖ്യാപനം കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അടുത്തിടെയായിട്ട് തന്നെ നമ്മൾ 2-3 രാജ്യങ്ങളാണ് ഇപ്പോൾ ഈ ഒരു 16 വയസ്സിന് താഴെയുള്ള സോഷ്യൽ മീഡിയ വിലക്ക് ഏർപ്പെടുത്തുന്നതായിട്ട് പ്രഖ്യാപിച്ചതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൽ ഒരു രാജ്യം കൂടി വന്നിരിക്കുകയാണ്. ബ്രിട്ടൻ ആണ് കേട്ടോ, ബ്രിട്ടൻ ആണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു കാനഡ ഇത്തരത്തിലൊരു പ്രഖ്യാപനം കൊണ്ടുവന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ മലേഷ്യ ഇതേപോലെ വിലക്ക് ഏർപ്പെടുത്തുന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ബ്രിട്ടനും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയും 16 വയസ്സിന് താഴെയുള്ളവർക്കാണ് ഈ ഒരു സോഷ്യൽ മീഡിയ വിലക്ക് ഏർപ്പെടുത്തണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നമുക്കറിയാം കുട്ടികളിലെ ഈ ഒരു സോഷ്യൽ മീഡിയ അഡിക്ഷനൊക്കെ കുറയുന്നതിന് പിന്നെ അതേപോലെ തന്നെ അവർ ഇതുവഴി പോയി ചാടാവുന്ന ചതിക്കുഴികളിൽ നിന്നും അവരെയൊക്കെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്
വേണ്ടിയിട്ടാണ് എല്ലാ രാജ്യങ്ങളും ഇത്തരത്തിലൊരു സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രഖ്യാപനം കൊണ്ടുവരുന്നത്. അപ്പോൾ അത്തരത്തിലൊരു പ്രഖ്യാപനമാണ് ഇപ്പോൾ എന്താണ് ബ്രിട്ടനും കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണെന്നും കൂടി ഒന്ന് നമുക്കൊന്ന് പഠിച്ചു വെച്ചേക്കാം. നമുക്കറിയാവുന്നതാണ് എന്താണ് കെയർ സ്റ്റാമർ ആണെന്നാണ് ബ്രിട്ടന്റെ പ്രധാനമന്ത്രി എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഒരു 16 വയസ്സിന് താഴെയുള്ള സോഷ്യൽ മീഡിയ വിലക്ക് ഏർപ്പെടുത്തുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റിലേക്ക് ഇപ്പോൾ ബ്രിട്ടനും കൂടി വന്നിരിക്കുകയാണ്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് DRDO തദ്ദേശീയമായി വികസിപ്പിച്ച ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ വിജയകരമായി പറക്കൽ പരീക്ഷണം നടത്തി എന്നുള്ള കാര്യമാണ്. അപ്പോൾ എന്താണ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് DRDO തദ്ദേശീയമായി വികസിപ്പിച്ചതാണ് എന്താണ് ലോങ് റേഞ്ച് ഒരു ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ ആണ്. അപ്പോൾ ഇതിന്റെ പറക്കൽ പരീക്ഷണം വിജയകരമായിട്ട് നടന്നിരിക്കുകയാണ്. ഒഡീഷയിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപിൽ നിന്നാണ് ഈ ഒരു പറക്കൽ പരീക്ഷണം വിജയകരമായി നടത്തിയത് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എവിടെയാണ്? ഒഡീഷയിൽ നിന്നാണ് ഈ ഒരു പറക്കൽ പരീക്ഷണം നടത്തിയത്. അപ്പോൾ ഒരു ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈലാണ് വിജയകരമായിട്ട് പരീക്ഷണം നടത്തിയത്. ആരാണ് വികസിപ്പിച്ചതെന്ന് പറഞ്ഞു? DRDO തദ്ദേശീയമായി വികസിപ്പിച്ചിട്ടുള്ള ഒരു ക്രൂയിസ് മിസൈലാണിത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് ടാലന്റ് സ്റ്റഡി മേറ്റിന്റെ ഒരു ബുക്കാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ PSCയിൽ എത്രത്തോളം നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ ടാലന്റ്, അതേപോലെ തന്നെ ഇനി സ്കൂൾ കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാലന്റ് ഇറക്കുന്ന ഈ ഒരു ബുക്കാണ് ടാലന്റ് സ്റ്റഡി മേറ്റ് സ്കൂൾ ബുക്ക്, സ്കൂൾ ഗൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്കൂൾ ഗൈഡും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ബാങ്കും ഇതിൽ ഇൻക്ലൂഡ് ആണ്. ഇനി ഈ ഒരു SCRT സിലബസ് ഈസി ആയിട്ട് പഠിച്ചു തീർക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. ഓരോ കണ്ടന്റ് ബേസ് ആയിട്ടാണ്, ഓരോ കണ്ടന്റ് ബേസ് ചാപ്റ്റർ എന്താണ് സെപ്പറേറ്റ് ആണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല അഡീഷണൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ക്വിക്ക് റിവിഷൻ പാർട്ടാണ്. മാത്രമല്ല എക്സാം ഓറിയന്റഡ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും ഇതിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിലുള്ള ഒരു QR കോഡ്, ഈ ഒരു സ്കൂൾ ബുക്കിൽ കാണുന്ന QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്യുകയാണെങ്കിൽ അതിലുള്ള ഓരോ കണ്ടന്റിന്റെയും AI വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലൊക്കെ കുട്ടികൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇത് ഈ ഒരു ബുക്ക് നമ്മുടെ ഈ ഒരു SCRT സിലബസ് പഠിച്ചു തീർക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ് ടാലന്റിന്റെ ഈ ഒരു സ്റ്റഡി മേറ്റിന്റെ സ്കൂൾ ഗൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഉടൻ തന്നെ ഈ ഒരു ബുക്ക് സ്വന്തമാക്കുക. നമ്മുടെ വെബ്സൈറ്റ് വഴി വാങ്ങിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് വഴി വാങ്ങിക്കാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴി നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഉടൻ തന്നെ ഈ ഒരു ബുക്ക് പർച്ചേസ് ചെയ്യുക. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കേണ്ട പോയിന്റ് ഇതാണ്. ചന്ദ്രന്റെ തണുത്ത കാലാവസ്ഥയിൽ നിന്ന് ചന്ദ്രയാൻ ലാൻഡറിനെ സംരക്ഷിക്കാൻ കഴിയുന്ന നൂതന കൃത്രിമ ചൂടാക്കൽ സംവിധാനം വികസിപ്പിക്കുന്നതിന് ആണവോർജ വകുപ്പുമായി സഹകരിക്കുന്ന സ്ഥാപനം ഏതെന്നാണ് നോക്കുന്നത്. ഓർത്തു വെക്കുക, ISRO ആണ്. അപ്പോൾ ISROയും അതേപോലെ തന്നെ നമ്മുടെ ആണവോർജ വകുപ്പുമായിട്ട് ഒരു സംവിധാനം കൊണ്ടുവരികയാണ്. ഈ ഒരു സംവിധാനം വികസിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു? നമ്മുടെ ചന്ദ്രയാൻ ലാൻഡറിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ നിന്നാണ് ചന്ദ്രന്റെ തണുത്ത കാലാവസ്ഥയിൽ നിന്ന് നമ്മുടെ ചന്ദ്രയാൻ ലാൻഡറിനെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു കൃത്രിമ ചൂടാക്കൽ സംവിധാനമാണ് വികസിപ്പിക്കുന്നത്. സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ചന്ദ്രയാൻ 3യുടെ ലാൻഡർ വിക്രം ചന്ദ്രോപരിതലത്തിൽ 14 ദിവസമാണ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 200 ദിവസം പ്രവർത്തിക്കാൻ കഴിയുള്ള ഒരു ചന്ദ്ര ലാൻഡറിനെ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു ആണവോർജ്ജ വകുപ്പും അതേപോലെ ISROയും ശ്രമിക്കുന്നത്. അപ്പോൾ കൃത്രിമമായിട്ട് ഈ ഒരു ഹീറ്ററുകൾ ഘടിപ്പിച്ചിട്ടുള്ള ലാൻഡറാണ് വികസിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ നീണ്ട ദിവസങ്ങൾ, അതായത് കുറച്ചധികം ദിവസങ്ങൾ ചന്ദ്രനിൽ പ്രവർത്തിക്കാനായിട്ട് ഈ ലാൻഡറുകൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ കൂടുതൽ പര്യവേഷണങ്ങൾ നടത്തുവാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, ഈ ഒരു ആണവോർജ്ജ വകുപ്പും അതേപോലെ തന്നെ നമ്മുടെ ISROയും ചേർന്നിട്ടാണ് ഈ ഒരു ലാൻഡർ വികസിപ്പിക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഈ ഒരു കൃത്രിമ ഹീറ്റർ വെച്ചുകൊണ്ടുള്ള ലാൻഡറാണ് വികസിപ്പിക്കുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു? ചന്ദ്രന്റെ ആ ഒരു തണുത്ത കാലാവസ്ഥയിൽ നിന്ന് ചന്ദ്രയാന്റെ ലാൻഡറിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കൃത്രിമ ചൂടാക്കൽ സംവിധാനം കൊണ്ടുവരുന്നത്. ഇനി ISROയുടെ നിലവിലെ ചെയർമാൻ ആരാന്ന് നമുക്ക് അറിയാവുന്നതാണ്, V നാരായണനാണ്. ഇനി ISRO നിലവിൽ വന്നത് എന്നാണ്? 1969 ISRO നിലവിൽ വന്നത്. ഓക്കെ, ഇത്രയും പോയിന്റുകൾ ഇതുമായി ബന്ധപ്പെട്ടൊന്ന് പഠിച്ചു വെക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് പുരുഷ FIFA ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ രണ്ടാമത്തെ അരങ്ങേറ്റക്കാരൻ ആരെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഈ താരം ആരാണെന്ന് ഓർത്ത് വെക്കുക, വൊസീനയാണ്. ആരാണ്? വൊസീനയാണ്. ഇനി അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്താണെന്ന് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ജോസിമ ഡയസ് എന്നാണ്. ജോസിമ ഡയസ് എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് വരുന്നത്. അദ്ദേഹം കേപ്പ് വെർദെ ഗോൾ കീപ്പർ ആണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നമുക്ക് പഠിച്ചു വെക്കാം. കേപ്പ് വെർദെ താരമാണ്, അദ്ദേഹം ഒരു ഗോൾ കീപ്പർ ആണെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഇനി അദ്ദേഹം നമ്മൾ പറഞ്ഞു പുരുഷ FIFA ലോകകപ്പ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രായം കൂടിയ രണ്ടാമത്തെ അരങ്ങേറ്റക്കാരനാണെന്ന് നമ്മൾ പറഞ്ഞു. അദ്ദേഹം 40
40 വയസ്സും അതേപോലെ 12 ദിവസവും പ്രായമുള്ളപ്പോഴാണ് എന്താണ് ഈ ഒരു മത്സരത്തിൽ അരങ്ങേറ്റം കുറിച്ചിരിക്കുന്നത്. അപ്പോൾ ഓർത്തു വെക്കുക, ആരാണ്? വസീനയാണ് ഈ ഒരു നേട്ടം എന്താണ് പുരുഷ ഫിഫ ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ രണ്ടാമത്തെ അരങ്ങേറ്റക്കാരനായിട്ട് മാറിയിരിക്കുന്നത്. അദ്ദേഹം എന്താണ് കേപ്പ് വെർദെ താരമാണെന്നുള്ള കാര്യം പറഞ്ഞു, ഗോൾ കീപ്പർ ആണെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്താണെന്ന് നമ്മൾ പറഞ്ഞതാണ്, ജോസിമർ ഡയസ് എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം. ഓക്കെ, ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് വിംബിൾഡൺ ടൂർണമെന്റിന്റെ ആകെ സമ്മാന തുക എത്രയെന്നാണ്. എന്താണ്? വിംബിൾഡൺ ടൂർണമെന്റിന്റെ സമ്മാന തുക പുതുക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പുതിയ സമ്മാന തുക എത്രയാക്കിയിരിക്കുകയാണ്? 64.2 മില്യൺ പൗണ്ട് ആക്കിയിരിക്കുകയാണ്. 64.2 മില്യൺ പൗണ്ട് ആക്കി മാറ്റിയിരിക്കുകയാണ്. ഏത് മത്സരത്തിന്റെയാണെന്ന് ഓർത്ത് വെക്കുക, വിംബിൾഡൺ ടൂർണമെന്റിന്റെയാണ്. ആകെ സമ്മാന തുകയാണ് കേട്ടോ, ആകെ സമ്മാന തുകയാണ് എത്രയാണ്? 64.2 മില്യൺ പൗണ്ട് ആക്കി മാറ്റിയിരിക്കുന്നത്. മുമ്പുണ്ടായിരുന്ന ആകെ തുകയേക്കാൾ 20% വർധനമാണ് ഇതിൽ വന്നിട്ടുള്ളത്. എന്താണ്? ഇതിന് മുമ്പുണ്ടായിരുന്ന സമ്മാന തുക, ആകെ സമ്മാന തുകയേക്കാളും 20% വർധനവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അങ്ങനെ 64.2 മില്യൺ പൗണ്ടായി മാറിയിരിക്കുകയാണ്. ഇനി പുരുഷ വനിതാ സിംഗിൾസ് മത്സരങ്ങൾ വിജയിക്കുന്നവർക്ക് 3.3 ഓർത്ത് വെക്കുക, 3.6 മില്യൺ പൗണ്ടാണ് സമ്മാന തുകയായിട്ട് ലഭിക്കുന്നത്. ആ ഒരു എന്താണ് പുരുഷ അതേപോലെ വനിതാ സിംഗിൾസ് വിജയിക്കുന്നവർക്ക് സമ്മാന തുക ലഭിക്കുന്നത് എത്രയാണെന്ന് ഓർത്ത് വെക്കുക, 3.6 മില്യൺ പൗണ്ട് വീതമാണ് ലഭിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കിയത് എന്താണ്? വിംബിൾഡൺ ടൂർണമെന്റിന്റെ ആകെ സമ്മാന തുകയാണ് 64.2 മില്യൺ പൗണ്ടാണെന്ന് ഓർത്ത് വെക്കുക. ഇതിന് മുമ്പുണ്ടായിരുന്ന സമ്മാന തുകയേക്കാൾ 20% വർധനവ് വന്നിരിക്കുന്നത്. ഇനി നമ്മുടെ മുന്നിലുള്ള PSC പരീക്ഷകൾക്കൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ SCERT പാഠഭാഗങ്ങൾ. ഇതിനു വേണ്ടിയിട്ട് ടാലന്റ് നിങ്ങൾക്ക് അറിവിടം ബുക്കുകൾ തന്നിട്ടുണ്ടായിരുന്നു. അതിലൂടെ നിങ്ങൾക്ക് SCERT പാഠഭാഗങ്ങൾ വളരെ എളുപ്പത്തിൽ പഠിച്ചു തീർക്കാനായിട്ട് സാധിച്ചു. ഇനി അതേപോലെ ഈ ഒരു SCERT പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കുവാൻ വേണ്ടിയിട്ട് എങ്ങനെയായിരിക്കും PSC ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ നിന്ന് ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ടാലന്റ് കൊണ്ടുവന്നിരിക്കുന്നതാണ് അറിവിടം പരിശീലന ചോദ്യങ്ങളുടെ ബുക്കുകൾ. അപ്പോൾ ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത് 4300-ലധികം ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ സയൻസിനും അതേപോലെ സോഷ്യൽ സയൻസിനും വേണ്ടിയിട്ട് ഒരൊറ്റ ബുക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അടുത്തിടെയായിട്ട് നമ്മുടെ PSC ചോദിച്ചിട്ടുള്ള SCERT പാഠഭാഗങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ഈ ഒരു ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ ഈ ഒരു ബുക്ക് പർച്ചേസ് ചെയ്യുക. ടാലന്റിന്റെ എല്ലാ ബുക്കുകളും നമ്മുടെ വെബ്സൈറ്റിലും അതേപോലെ ആമസോൺ, ഫ്ലിപ്കാർട്ടിലും ഇനി നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ഒക്കെ ലഭ്യമായിരിക്കും. ഉടൻ തന്നെ ബുക്ക് പർച്ചേസ് ചെയ്ത് ഇനിയുള്ള പരീക്ഷയ്ക്ക് നല്ലതുപോലെ പ്രിപ്പയർ ചെയ്യുക. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു. 2026 ജൂണിൽ സ്ലോവാക്കിയയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ലഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്നാണ് നോക്കിയത്. നരേന്ദ്രമോദിക്കാണ് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ലഭിക്കുന്ന 33ാമത്തെ അന്താരാഷ്ട്ര ബഹുമതിയാണ്, മറ്റു വിദേശ ബഹുമതിയാണെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ നോക്കിയത് ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു. 2026 ജൂണിൽ റബ്ബർ ബോർഡ് ചെയർമാനായി നിയമിതനായത് ആരാണ്? N ഹരിയാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് നോക്കിയത്. 2027 എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസ് നടക്കുന്നതാണ്. അതിന്റെ ഭാഗമായിട്ട് ആദ്യം എന്താണ് സെൽഫ് എന്യൂമറേഷൻ ആരംഭിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വീടുകളുടെ സെൻസസ് ആണ് വരുന്നത്. പിന്നെ 2027 എന്താണ് ജനസംഖ്യാ കണക്കെടുപ്പ് വരുന്നത്. ശേഷം നമ്മൾ നോക്കിയത് US ഇറാൻ സമാധാന കരാർ പ്രഖ്യാപിച്ചു എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു കരാർ സൈൻ ചെയ്യുന്നത്, ഔദ്യോഗികമായിട്ട് സൈൻ ചെയ്യുന്നത് 2026 ജൂൺ 19 എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ വെച്ചിട്ടാണ് ഇത് സൈൻ ചെയ്യാൻ പോകുന്നത്. ഇനി ഇതിന് മധ്യസ്ഥത വഹിക്കുന്നത് ആരാണ്? പാകിസ്ഥാനാണ്. അത് കഴിഞ്ഞ് നോക്കിയത് ബ്രിട്ടനും കൂടി 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ വിലക്ക് ഏർപ്പെടുത്തുമെന്നുള്ള പ്രഖ്യാപനം കൊണ്ടുവന്ന കാര്യമാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഒരു രാജ്യവും കൂടി വന്നിരിക്കുകയാണ്, ബ്രിട്ടനും കൂടി ഇതിലേക്ക് ഇൻവോൾവ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി ബ്രിട്ടനിലും ഈ ഒരു പ്രഖ്യാപനം ഉടൻ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ നോക്കിയത് സൈനിക യൂണിഫോമിൽ നിന്നും ചടങ്ങുകളിൽ നിന്നും ബ്രിട്ടീഷ് ഭരണകാലത്തെ അവശേഷിപ്പുകൾ പൂർണ്ണമായും ഒഴിവാക്കാൻ ഇന്ത്യൻ സൈന്യം ഒരുങ്ങുന്നു എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ബന്ദി ജാക്കറ്റ് ഇന്ത്യൻ സൈന്യത്തിന്റെ യൂണിഫോമിൽ ഉൾപ്പെടുത്താനായിട്ട് പോവുകയാണ്. ഇനി അതേപോലെ റിവ്യൂയിങ് ഓഫീസർമാർക്കുണ്ടായിരുന്ന വാൾ എന്നുള്ളത് ആ ഒരു നിർബന്ധം മാറ്റിയിരിക്കുകയാണ്. ഇത്തരത്തില് പല ഭാഗങ്ങളിലായിട്ട് ആ ഒരു നമ്മുടെ ഡ്രസ് കോഡിലായാലും അതേപോലെ ദേശീയപരമായിട്ടുള്ള ചടങ്ങുകളിലാണെങ്കിൽ പോലും ഈ ഒരു ബ്രിട്ടീഷ് കൊളോണിയൽ അവശേഷിപ്പുകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിട്ട് ഇന്ത്യൻ സൈന്യം തീരുമാനമെടുത്തിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ നോക്കിയത് ഒരു മിസൈലുമായി ബന്ധപ്പെട്ട പോയിന്റ് ആയിരുന്നു. നമ്മുടെ DRDO തദ്ദേശീയമായി വികസിപ്പിച്ച ഒരു മിസൈലാണ്, ഒരു ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈലാണ്. അതിന്റെ വിജയകരമായിട്ട് അതിന്റെ പറക്കൽ പരീക്ഷണം ഒഡീഷയിൽ വെച്ച് നടത്തിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് നമ്മുടെ ISROയും അതേപോലെ ആണവോർജ വകുപ്പുമായി സഹകരിച്ച് തയ്യാറാക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ ചന്ദ്രയാൻ ലാൻഡറിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, ചന്ദ്രന്റെ തണുത്ത കാലാവസ്ഥയിൽ നിന്നും നമ്മുടെ ചന്ദ്രയാൻ ലാൻഡറിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിന് കഴിയുന്ന ഒരു കൃത്രിമ ചൂടാക്കൽ സംവിധാനമാണ് ഇവർ വികസിപ്പിക്കുന്നത്.
ലഭിക്കുന്നത്. അതിനുശേഷം നമ്മൾ നോക്കിയത് എന്താണ്? പുരുഷ ഫിഫ ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ രണ്ടാമത്തെ അരങ്ങേറ്റക്കാരൻ ആരെന്നാണ് നോക്കിയത്. നോട്ട് ചെയ്ത് വെക്കുക. എന്താണ്? വസീനയാണ്. അപ്പോൾ അദ്ദേഹം എന്താണ്? അദ്ദേഹത്തിന് 40 വയസ്സും അതേപോലെ 12 ദിവസവും പ്രായമുള്ളപ്പോഴാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ഒരു കോപ്പത്തെ താരമാണെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഒരു ഗോൾ കീപ്പറാണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് വിംബിൾഡൺ ടൂർണമെന്റിന്റെ ആകെ സമ്മാന തുക എത്രയെന്നാണ്? 64.2 മില്യൺ പൗണ്ടാക്കി ഉയർത്തിയിരിക്കുകയാണ്. ഇതിനു മുമ്പുണ്ടായിരുന്ന സമ്മാന തുകയേക്കാൾ 20% വർധനമാണ് ഈ ഒരു സമ്മാന തുകയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി പുരുഷ വനിതാ സിംഗിൾസ് നേടുന്നവർക്ക് ആ വിജയികൾക്ക് എത്രയാണ് ലഭിക്കുന്നത്? 3.6 മില്യൺ പൗണ്ട് വീതമാണ് അവർക്ക് ലഭിക്കുന്നത്. ആ കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മുടെ LGS PYQ ബുക്കാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ളത്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. LGS റാങ്ക് ഫെയർ നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്രദമായിട്ടുണ്ടോ അതേപോലെ തന്നെ മറ്റൊരു ബുക്കാണ് LGS PYQ എന്ന് പറയുന്നത്. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല അതിന്റെ കംപ്ലീറ്റ് എക്സ്പ്ലനേഷനും ഈ ഒരു ബുക്കിൽ ഇൻക്ലൂഡഡ് ആണ്. ഇതിലൂടെ നിങ്ങൾക്ക് 30 സെറ്റ് ക്വസ്റ്റ്യൻസും അതേപോലെ 3000 ചോദ്യങ്ങളും അതിന്റെ എക്സ്പ്ലനേഷനുമാണ് ലഭിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അല്ലെങ്കിൽ നമ്മുടെ ഏത് PSC പരീക്ഷ ആയിക്കോട്ടെ അതിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ PQ എന്ന് പറഞ്ഞാൽ മുൻവർഷ ചോദ്യം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലുള്ള ഡീറ്റെയിൽസും അതേപോലെ കണ്ടന്റ്സും അതിന്റെ എക്സ്പ്ലനേഷനും പഠിച്ചാൽ തന്നെ നമുക്ക് ഒരു പകുതി കടമ്പ കഴിഞ്ഞു എന്ന് പറയാനായിട്ട് സാധിക്കുന്നതാണ്. ഉടൻ തന്നെ ഈ ഒരു LGS ബുക്ക് വാങ്ങിക്കുക. ഇനി വരുന്ന കമ്പനി ബോർഡ് കോർപ്പറേഷൻ എക്സാമിന് വേണ്ടിയിട്ട് LGS എക്സാമിന് വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് വഴികാട്ടിയാണിത്. അപ്പോൾ ഉടൻ തന്നെ ഈ ഒരു ബുക്ക് സ്വന്തമാക്കൂ. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്. 2026 പ്രഖ്യാപിച്ച കേശവദേവ് പുരസ്കാരത്തിൽ സാഹിത്യത്തിനുള്ള പുരസ്കാരം നേടിയത് ആരെന്നാണ് നോക്കേണ്ടത്. ഓപ്ഷൻ എ അശോകൻ ചരുവിൽ, ഓപ്ഷൻ ബി S ഹരീഷ്, ഓപ്ഷൻ സി ജോർജ് ഓണക്കൂർ, ഓപ്ഷൻ ഡി സുഭാഷ് ചന്ദ്രൻ. അടുത്ത ചോദ്യം ഇതാണ്. അടുത്തിടെ KG തലം മുതൽ PG തലം വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതെന്നാണ്. ഓപ്ഷൻ എ ഒഡീഷ, ഓപ്ഷൻ ബി ഗുജറാത്ത്, ഓപ്ഷൻ സി മധ്യപ്രദേശ്, ഓപ്ഷൻ ഡി തമിഴ്നാട്. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരങ്ങൾ നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഇനി നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിട്ടുണ്ടായിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. സംസ്ഥാനത്ത് ആദ്യമായി വെർച്വൽ ഓട്ടോപ്സി സംവിധാനം നടപ്പിലാക്കുന്ന ആശുപത്രി ഏതെന്നായിരുന്നു ചോദ്യം. ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഈ ഒരു സംവിധാനം നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് വരാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ചോദ്യം ഇതായിരുന്നു. ഏത് അപകടകരമായിട്ടുള്ള രാസവസ്തു അടങ്ങിയ ടീ ബാഗുകൾക്കാണ് BIS വിലക്ക് ഏർപ്പെടുത്തിയത് എന്നുള്ളതായിരുന്നു ചോദ്യം. ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. എന്താണ്? എപ്പിക്ലോറോഹൈഡ്രിൻ എന്നുള്ള രാസവസ്തു അടങ്ങിയിട്ടുള്ള ടീ ബാഗുകൾ, ഗ്രീൻ ടീ അതേപോലെ ചായ തുടങ്ങിയവയുടെ ടീ ബാഗുകൾക്കാണ് അടുത്തിടെ വിലക്ക് ഏർപ്പെടുത്തിയത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.